എല്ലാവരും ചോദിക്കും ഏറ്റവും നല്ല ഫോൺ ഏതാണ്. ഞാൻ പറയാം അത് പപ്പേൻ്റെ ഫോണാണ്. കാരണം ഞങ്ങൾ കൊട്ടിയൂർ ഉത്സവത്തിന് പോകേണ്ട ഒരാവശ്യം വന്ന് ഉത്സവം കാണാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ ഫോണിലാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാരിറ്റി കൂടുതൽ എൻ്റെ ഫോണിനാണുള്ളത്. വീഡിയോയ്ക്കും എൻ്റെ 4K 60 FPS ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പപ്പേൻ്റെ ഫോണിൽ അത്ര അത് എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അത് എടുക്കാറില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് കളിയാക്കുകയും ചെയ്യായിരുന്നു, അത് കൊള്ളൂല, അതിന് തൊട്ടി ഫോണാന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറേ വീഡിയോസ് എടുത്തപ്പോൾ മഴ പെയ്ത സമയത്ത് എൻ്റെ അത്യാവശ്യം മഴയത്തൊക്കെ ഞങ്ങൾ എടുക്കുന്ന വെള്ളത്തിലൊക്കെ മുക്കി എടുക്കാറുള്ളതാണ്. പക്ഷേ ആ ടൈമിൽ എന്തോ മോയ്സ്ചർ എന്തോ കയറിയിട്ട് ചാർജ് കയറൂല, പക്ഷെ ഉള്ള ചാർജിൽ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ റെക്കോർഡ് ചെയ്തു. ഞങ്ങൾ കുറച്ച് പോണ വഴിക്കും കുറേ മീനിൻ്റെയും റോഡ് സൈഡിൽ വിൽക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ എടുത്തു. കൊട്ടിയൂർ ചോര ഇറങ്ങുന്നത് എടുത്തു. അങ്ങനെ എടുത്ത് കൊട്ടിയൂരെത്തിയ സമയത്ത് ചാർജ് കയറുന്നില്ല, ഈ മോയ്സ്ചർ ഉള്ളതുകൊണ്ട്. ഞാൻ മാക്സിമം അവിടെയുള്ള കടകളിലൊക്കെ പോയി പേപ്പറും ഉള്ള ഇൻസേർട്ടൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് നോക്കി. ബട്ട് എന്താ പറയുക, അത് അത്ര മോയ്സ്ചർ പോകുന്നില്ല. അങ്ങനെ ആ ടൈമിൽ പിന്നെ ഒരു വീഡിയോ എടുക്കാനൊന്നും വഴിയില്ല. എൻ്റെ ഫോണ് പാലം കിടന്നപ്പോൾ അത് ഓഫ് ആയിപ്പോയി. പിന്നെ അപ്പോഴാണ് വേറെ ഒരു വഴിയിലാഞ്ഞിട്ട് പപ്പേൻ്റെ ഫോൺ എടുത്തത്. അത്രയും കാലം ഞാൻ ആ ഫോണിൻ്റെ തൊട്ടി ഫോണ് എന്താ പറയുക ഏറ്റവും കൂടുതലാത്ത ഫോണെന്ന് പറഞ്ഞു നടന്നത്. പക്ഷെ ആ ടൈമിൽ അത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. പക്ഷെ എടുത്തത് ആ ഫോണിലാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഫോൺ ഇതാ. പലരും പറയും ഐഫോൺ നല്ലതാ, സാംസങ് നല്ലതാ. ബട്ട് ഐ ലൈക്ക് ദിസ്. ബി ഹാപ്പി. ഞങ്ങളുടെ ഞാൻ എൻ്റെ ആദ്യത്തെ മോട്ടിവേഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടു. ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അവൻ എൻ്റെ ഈ ഫോണിൽ അതിന് ക്ലാരിറ്റി കുറവാണ്, അതിൽ സ്റ്റെബിലിറ്റി ഇല്ല, അങ്ങനെ പല കാര്യങ്ങളും പറയായിരുന്നു. അവൻ പറയുന്നതൊക്കെ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് കമൻ്റ് ഒന്നും പറയില്ലായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, എപ്പോഴാണ് മറ്റുള്ളവർ നമുക്ക് ഉപകരിക്കപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരെയും താഴ്ത്തി കെട്ടരുത്, ഈ ഫോണിനെ പോലും നീ നെഗറ്റീവായിട്ട് പറഞ്ഞ് താഴ്ത്തി കെട്ടരുതെന്ന് പറയുകയും ചെയ്യായിരുന്നു. പക്ഷെ കൊട്ടിയൂർ യാത്രയിൽ അപ്പൂസിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്ന അടിപൊളി സാംസങ് ഫോൺ പണിമുടക്കുകയും അവിടെ എൻ്റെ ഈ ഫോണാണ് ഉപകാരപ്പെട്ടത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അത് സോറി കേട്ടോ, ഞാൻ ഒരുപാട് കളിയാക്കിയ ഫോണാണല്ലോ, അതാണ് ഉപകാരപ്പെട്ടതെന്ന്. കൊട്ടിയൂരമ്പലത്തിലെ വീഡിയോസിൽ 90% ഞങ്ങൾ അപ്ലോഡ് ചെയ്തത് 90 മൊത്തം എൻ്റെ ഫോണിൽ തന്നെയാണ്. അപ്പോൾ ഇത്തിരി തിളക്കക്കുറവൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, കളിയാക്കാതിരിക്കുക. എപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അനുഭവം ഗുരു. ബി ഹാപ്പി. ഞാനാണത് പറഞ്ഞത്.